ഇന്ന് പുറത്തുവന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ കരുത്ത് വിളിച്ചോതുന്നതാണ് ഈ ദൃശ്യം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന് മുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള ലോഞ്ചറിൽ നിന്നും അതിവേഗതയിൽ കുതിച്ചുയരുന്ന ശേഷ്നാഗ് 150 നമുക്ക് കാണാം. ഒരു വലിയ റൺവേയുടെയോ പ്രത്യേക വിക്ഷേപണ കേന്ദ്രങ്ങളുടെയോ ആവശ്യമില്ലാതെ അതിർത്തിയിലെ ഏത് ദുർഘടമായ പാതയിലൂടെയും സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ നിന്നും നിമിഷ നേരം കൊണ്ട് ഇവയെ പറത്തിവിടാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ശത്രുവിന്റെ കണ്ണുവെട്ടിച്ച് അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാൻ ഇതിലൂടെ സാധിക്കുന്നു. അതിവേഗതയും കൃത്യതയും ഒത്തുചേരുന്ന ഇന്ത്യയുടെ ഈ ആകാശ സർപ്പം ശത്രുപാളയങ്ങളിൽ വലിയ പരിഭ്രാന്തി തന്നെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. ആധുനിക യുദ്ധമുഖത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധവാർത്തകളിലും ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിലും നമ്മൾ ഷാഹദ് ഡ്രോണുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ശത്രുവിന്റെ പ്രതിരോധ നിരകളെ നിഷ്പ്രഭമാക്കി ആകാശത്തിലൂടെ പാഞ്ഞെടുത്ത് ലക്ഷ്യസ്ഥാനത്ത് സ്വയം പൊട്ടിത്തെറിക്കുന്ന ഈ ഡ്രോണുകൾ ലോകമെമ്പാടുമുള്ള സൈനിക തന്ത്രങ്ങളെ മാറ്റിമറിച്ചു കഴിഞ്ഞു. ഇതാ അതേ പാതയിൽ ഇന്ത്യയും സ്വന്തം കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ കീഴിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ചാവേർ ഡ്രോണാണ് ശേഷ്നാഗ് 150. ഈ ഡ്രോണിനെ വിശേഷിപ്പിക്കുന്നത് ലോങ് റേഞ്ച് വൺ വേ അറ്റാക്ക് എഫക്ടർ എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദീർഘദൂര പരിധിയിലുള്ള ശത്രു താവളങ്ങളിലേക്ക് ഇവ പറന്നു ചെല്ലും. സാധാരണ ഡ്രോണുകൾ നിരീക്ഷണം നടത്തി തിരിച്ചു വരുമ്പോൾ ശേഷ്നാഗ് തിരിച്ചു വരില്ല. പകരം സ്ഫോടക വസ്തുക്കളുമായി ശത്രുവിന്റെ ടാങ്കുകളിലോ ബങ്കറുകളിലോ ചെന്ന് പതിച്ച് അവയെ പൂർണ്ണമായും തകർക്കും. ഇതിനെ ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്നും വിളിക്കാറുണ്ട്. അതായത് ശത്രുവിനെ കണ്ടെത്തുന്നതുവരെ ആകാശത്ത് വട്ടമിട്ട് പറക്കാനും കൃത്യമായ സമയത്ത് ആക്രമിക്കാനും ഇതിന് സാധിക്കും. ശേഷ്നാഗ് 150യുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്റലിജന്റ് സ്വാമിംഗ് കഴിവാണ്. സങ്കല്പിക്കുക, ഒരൊറ്റ ഡ്രോണിന് പകരം നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ഒരു തേനീച്ചക്കൂട്ടത്തെ പോലെ ശത്രുവിനെ ആക്രമിക്കാൻ പോകുന്നു. ശത്രുവിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒന്നോ രണ്ടോ ഡ്രോണുകളെ വെടിവെച്ചിടാൻ സാധിച്ചേക്കും. എന്നാൽ ഒരേ സമയം വലിയൊരു കൂട്ടം വരുമ്പോൾ അവ പരാജയപ്പെടും. ഇത്തരത്തിൽ ആസൂത്രിതമായി ഒരേ ലക്ഷ്യത്തിലേക്ക് പല ദിശകളിൽ നിന്ന് ആക്രമണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല എന്ന് ഈ ഡ്രോൺ തെളിയിക്കുന്നു. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്തരം സംവിധാനങ്ങൾ അതിർത്തി സുരക്ഷയിൽ ഇനി നിർണായകമാകും. പ്രത്യേകിച്ച് ദുർഘടമായ ഹിമാലയൻ അതിർത്തികളിലും മറ്റും സൈനികരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ ശത്രുവിനെ നേരിടാൻ ഇത്തരം ഡ്രോണുകൾ സഹായിക്കും. ചുരുക്കത്തിൽ കുറഞ്ഞ ചിലവിൽ വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച വലിയൊരു വിജയമാണിത്. വരും കാലങ്ങളിൽ ആകാശ പോരാട്ടങ്ങളുടെ മുഖച്ഛായ തന്നെ ശേഷ്നാഗ് പോലുള്ള ഡ്രോണുകൾ മാറ്റിവരയ്ക്കും എന്നതിൽ സംശയമില്ല. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.